അതിനെ തോൽപ്പിക്കാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. എന്തെങ്കിലും മിഥ്യയായ വാദങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാദങ്ങളുടെ മുനയൊടിക്കാൻ കഴിയോ? ഇല്ല. ആ ഖുർആനിൽ സത്യത്തിന്റെ ശക്തിയുണ്ട്, തെളിവിന്റെയും ന്യായത്തിന്റെയും വെളിച്ചമുണ്ട്, ഭാഷയുടെയും സമർത്ഥനത്തിന്റെയും കരുത്തുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ തകർക്കാൻ ഇരുട്ടിന്റെ ഒരു സന്തതിക്കും സാധ്യമല്ല. അവതാരകനായ റബ്ബ് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അവതാരകനായ റബ്ബിന്റെ ദിവ്യ ചൈതന്യമുണ്ടതിൽ. അതിനെ തകർക്കാൻ കഴിയില്ല. ആ ചൈതന്യത്തെ കൊന്നുകളയാൻ കഴിയില്ല. പ്രബോധകരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഫലമുണ്ടതിൽ. അത് തന്നെ തെളിവായിരിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു കാലത്തും ആ ഖുർആനിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. പിന്നീട് എങ്ങനെ കളവ് കൊണ്ടും ദുഷ്പ്രചരണം കൊണ്ടും അത്തരം ആയുധങ്ങളെ കൊണ്ട് ഈ സുഭദ്രമായ ഖുർആനിനെ അരിഞ്ഞു നുറുക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. വൽ ഖുർആനിൽ ഹകീം, സുഭദ്രമായ ഗ്രന്ഥം സാക്ഷിയാണ് നബിയേ. ഇന്നക ലമിനൽ മുർസലീൻ. എന്തേ അല്ലാഹു കുറെ മുഅ്ജിസത്തില്ലേ നബി തങ്ങൾക്ക്? ആ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ തന്നെ പറയാനുള്ള കാരണം ഒരു കാരണവും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞ് ഇന്നക ലമിനൽ മുർസലീൻ എന്ന ചർച്ചയിലേക്ക് കിടക്കാം. എന്താണ് ആ കാരണം? ഖുർആൻ എന്ന് പറയുന്നത് മുഅ്ജിസത്തിന്റെയും മൻഹജിന്റെയും സംഗമ ദൃഷ്ടാന്തമാണ്. എന്ന് പറഞ്ഞാൽ അമാനുഷിക ശക്തിയാണ് ഖുർആൻ, മുഅ്ജിസത്താണ്. അതോടൊപ്പം തന്നെ മൻഹജ് എന്ന് പറഞ്ഞാൽ ജീവിത വ്യവസ്ഥ, സിലബസ്, ജീവിക്കാനുള്ള നിയമാവലിയും മുഅ്ജിസത്തും കൂടെ ഒത്തുചേരുന്നു ഖുർആനില്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരാൾ കൂടിയിട്ടല്ല, നിങ്ങൾ സത്യപ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള ശക്തി ഏതാ? മോനെ, എന്റെ കയ്യിലുള്ള ഈ വടി ഇതിട്ടാ പാമ്പാവും. ഇത് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തം ഏതാ? കുഷ്ഠരോഗിയെ കൊണ്ടുപോവാ, ജന്മനാൽ അന്ധനായവനെ കൊണ്ടുപോവാ, വെള്ളപ്പാണ്ട് രോഗിയെ കൊണ്ടുപോവാ, ഞാൻ തടവി അങ്ങ് സുഖപ്പെടുത്തി തരാം. ഇതാണ് മുഅ്ജിസത്ത്. എന്നാൽ ഈ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രവാചകരാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ജീവിക്കാനുള്ള മാർഗരേഖ എവിടെ? തൗറാത്ത് ഇതാ മോനെ മൂസാ നബി പറയുന്നു, ഇൻജീൽ ഇതാ മോനെ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. എന്നാൽ ഹബീബായ റസൂലുള്ളാഹിക്കോ, നബിയെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറായി ചേർന്നാൽ എനിക്ക് ജീവിക്കാനുള്ള മാർഗരേഖ ഏതാണ്? എന്റെ നിയമവ്യവസ്ഥ ഏതാണ്? വ്യവസ്ഥ അതേതാണ് നബിയെ എന്ന് ചോദിച്ചാൽ, നിയമാവലി ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബായ നബി തങ്ങൾ പറയും, ഇതാണ് വിശുദ്ധ ഖുർആൻ, ഇത് അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ പ്രവാചകരാണെന്ന് തെളിയിക്കുന്ന വലിയ ദൃഷ്ടാന്തം, ഒരു മുഅ്ജിസത്ത് കാണിക്കാമോ? അതും ഇത് തന്നെയാണ്. ഇത് രണ്ടും കൂടി ഒന്നാണ് എന്ന് പറയാൻ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹിക്ക് മാത്രമേ കഴിയൂ. കാരണം ഉമ്മിയായ നബി തങ്ങളിൽ നിന്ന് ഇത്രയും സുഭദ്രമായ, ഇത്രയും യുക്തിഭദ്രമായ വചനങ്ങൾ വന്നത് തന്നെ തെളിവാണ്. അതാ നമ്മൾ നേരത്തെ പാടിയത് കഫാക ബിൽ ഇൽം. അതാണ് ഖുർആൻ പറഞ്ഞത്, വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയേ, നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ തന്നെയാണ്. മക്കാ മുശ്രിക്കുകൾ ഹബീബായ നബി തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചിരുന്നു. ലസ്ത മുർസല, മുഹമ്മദേ നീ പ്രവാചകനല്ല എന്ന് പറഞ്ഞു. സൂറത്തുർ റഅദിന്റെ 43-ാം വചനത്തിൽ കാണാം. അപ്പൊ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, വൽ ഖുർആനിൽ ഹകീം ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും. നബിയേ, നിങ്ങൾ പ്രവാചകരാണെന്നതിന് സാക്ഷിയായിട്ട് വേറെ ആരും വേണ്ട. എന്റെ നിങ്ങളുടെ ഇടയിൽ സാക്ഷി ഞാൻ തന്നെ മതി. അത് അംഗീകരിക്കാൻ സൗകര്യമുള്ളവനെയൊക്കെ ഞാൻ അതിനനുസരിച്ച് കണ്ടോളാം, അല്ലാത്തവനെ അവനനുസരിച്ചും കണ്ടോളാം. അല്ലാഹു പറഞ്ഞു, ഖുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനകും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുന്നു, ഹബീബായ നബിതങ്ങള്, ഇത് ഹബീബായ നബിതങ്ങളോട് അല്ലാഹു പറയുന്നു, വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അല്ലാഹു നിങ്ങൾ പ്രവാചകരാണെന്ന് പറയാൻ, നിങ്ങൾ പ്രവാചകരാണെന്ന് സത്യം ചെയ്തുള്ള പ്രഖ്യാപനം ഒരൊറ്റ നബിമാരോടും നടത്തിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ. ഏത് പറഞ്ഞതുപോലെ വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാന്ന് നബിയോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്നതുപോലെ ഇന്നക ലമിനൽ മുർസലീൻ എന്ന് സത്യം ചെയ്ത് പ്രഖ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമേ ഉള്ളൂ.
ഖുർആൻ എടുത്ത് പരതാം? ഇല്ല. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇനി അടുത്ത വചനാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷി, അല്ലെങ്കിൽ സുഭദ്രമായ ഖുർആൻ സാക്ഷി, നബിയേ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളു തന്നെ, അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്നവരുമാണ്. അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. നേരെ ചൊവ്വേ നീങ്ങുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആ വിഷയം ബഹുമാനപ്പെട്ട ഇമാം തൊബരിയെ പോലെയുള്ള ആളുകളൊക്കെ അതിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഇന്നക്കലമിനൽ മുർസലീൻ, നബിയെ നിങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വേ നീങ്ങുന്നവരായിട്ട് ഉള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ. ആ ഒരായത്ത് തെളിയിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം തൊബരി പറയുന്നു, അതിന്റെ അർത്ഥം മഹാനവറുകൾ വിശദീകരിക്കുന്നു. വ്യതിയാന ചിന്താഗതിക്കാരെങ്കിലും കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. മഅനാഹു ഐ അലാ ത്വരീഖിൽ ഉവിജാജ ഫീഹി, വളവോ ചെരിവോ വക്രതയോ ഇല്ലാത്ത നേരെ ചൊവ്വയുള്ള റൂട്ടിലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ശരിയായ ഒരു വിശ്വാസത്തിന്റെ മേലാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, വിശ്വാസം നേരാണ്, അതിൽ തർക്കല്ല. കർമ്മവും നേരാണ്, സമീപനമടക്കം അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലല്ലാതെ ഹബീബായ നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പോലും വന്നു ഭവിക്കില്ല. ഇമാം ബൈളാവി പറയുന്നു, വഹുവ അത്തൗഹീദു വൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂർ, തൗഹീദും അൽ ഇസ്തിഖാമത്തു ഫിൽ ഉമൂർ, എല്ലാ കാര്യങ്ങളിലുമുള്ള നേരെ ചൊവ്വയുള്ള റൂട്ടാണ് അലാ സിറാത്തിൻ മുസ്തഖീം. ഇനി ബഹുമാനപ്പെട്ട ഇബ്നു ആശൂർ ഉദ്ധരിക്കുന്നത് കാണാം, വസ്സിറാത്തുൽ മുസ്തഖീം അൽ ഹുദൽ മൂസിലു ഇലൽ ഫൗസി ബിൽ ആഖിറ വഹുവ അദ്ദീനുൽ ലദീ ബുഇസ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ നിയോഗിക്കപ്പെട്ട ദീനീ നിയമമാണത് അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞത്. പിന്നെയോ വൽ ഖുലുഖുൽ ലദീ ലക്കനഹുല്ലാഹ്, അല്ലാഹ് തിരുനബിക്ക് നൽകിയ ആ മഹത്തായ സ്വഭാവ ഗുണമാണ് അലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത് പറയുന്നവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. വ്യതിയാന ചിന്താഗതിക്കാർക്ക് ഒരു ഹോബിയാണ് പ്രവാചകന്മാരുടെ പാപ സുരക്ഷിതത്വം നിഷേധിക്കുക എന്നത്. അവർക്കൊരു ഹോബിയാണ്. സൂറത്തു യാസീൻ സാക്ഷി, പ്രവാചകന്മാർ പാപ സുരക്ഷിതരാണ് അലാ സിറാത്തിൻ മുസ്തഖീം. അടക്കത്തിലോ അനക്കത്തിലോ വിശ്വാസത്തിലോ കർമ്മത്തിലോ സമീപനങ്ങളിലോ നബിയെ നിങ്ങൾക്ക് വളവ് സംഭവിക്കുകയില്ല, വക്രത വന്നു പെടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെരിവോ വളവോ വരൂല. അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ നേരെ ചൊവ്വയായിരിക്കും നബിയെ ജീവിക്കുക. നോക്ക് നിങ്ങൾ, ഇതൊരു ഹോബിയാണ് വ്യതിയാന ചിന്താഗതിക്കാർക്ക്. നബിമാരിൽ നിന്ന് തെറ്റ് സംഭവിക്കുക, അവർ മനുഷ്യരാണെന്ന് തെളിയണമെങ്കിൽ ഇടക്കോരോ തെറ്റൊക്കെ ചെയ്യണ്ടേ? മനുഷ്യരാണെന്ന് തെളിയണമെങ്കിൽ ഇടക്കോരോ തെറ്റൊക്കെ ചെയ്യണ്ടേ? എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് കാട് കയറി അവസാനം പറയാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിയിൽ നിന്ന് എത്ര അപാകത വന്നിട്ടുണ്ട്, സമയദൈർഘ്യം ഭയന്ന് ഞാൻ നിർത്തുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമ്മുടെ സന്താന പരമ്പരകളെ അല്ലാഹു കാത്തു തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഒരു പ്രയോഗത്തിന്റെ കടുപ്പം എത്രയാണ്, ആ ഒരു പ്രയോഗത്തിന്റെ കടുപ്പം എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നേതാവാണെന്ന് അംഗീകരിക്കുന്നവർ, സ്വന്തം നേതാക്കന്മാരെ ഒറ്റുകൊടുക്കുന്ന ഒരു തരം മടയന്മാരല്ലേ? നിങ്ങൾ ആലോചിക്കണം, ഇവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? അതുകൊണ്ട് സ്വഹാബികളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റു ചെയ്യുന്നത് സംബന്ധിച്ച് സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് അന്വേഷിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥയുണ്ട്. ഞാൻ അതിലേക്ക് വരില്ല, ഒരൊറ്റ വാക്ക് നിങ്ങളെ കേൾപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇഫ്ക് പറഞ്ഞ ഒരു കഥയുണ്ടായി. കണ്ണും മുറുക്കി ചിമ്മി പറയാമുണ്ടാകും, എന്നാൽ സൂക്ഷ്മമായ മാലിന്യമായതുകൊണ്ട്
കണ്ണിൽ കാണാത്ത ചെറിയ മാലിന്യമായതുകൊണ്ട് അതൊക്കെ ശരിക്കും ഇങ്ങനെ ഉപകരണം വെച്ച് ഇങ്ങനെ നോക്കിയാൽ വലിയ 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 ഭീമാകാരമുള്ള നജസായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ അങ്ങനെ കറങ്ങും ഈച്ച. നിസ്കാരത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യില്ല. അതിൽ അഫ്വുണ്ട്, മാപ്പുണ്ട്. എന്നാ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇത്രയും അഫ്വുള്ള ഈ സൂക്ഷ്മമായ മാലിന്യം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ ഈ ഈച്ച നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അല്ലാഹ് പ്രകൃതിയിൽ അതിനൊരു വിലക്ക് വെച്ചത്, നിങ്ങളെ ശരീരത്തിൽ വന്നിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയത് ലിമുഖാലത്വതിഹിൽ ഖദൂറാത്ത്, ഈച്ച മ്ലേച്ഛങ്ങളുമായി പുരണ്ടിട്ടുണ്ടെന്നതാണ്. അപ്പൊ നിങ്ങളുടെ ദേഹം മലിനമായി പോകും ഈച്ചയിരുന്നാൽ. അതുകൊണ്ട് നബിയേ അല്ലാഹ് അങ്ങയുടെ ശരീരത്തെ ഇക്കോലത്തിൽ കാത്തുരക്ഷിച്ചെങ്കിൽ ഈച്ചയുടെ കാലിലുള്ള മാലിന്യം കൊണ്ടുപോലും അങ്ങയുടെ ശരീരം വൃത്തികേടാകരുതെന്ന് റഹ്മാനായ റബ്ബിന് നിർബന്ധമുണ്ടെങ്കിൽ ഫകൈഫ ബിഅഹ്ലിക യാ റസൂലല്ലാഹ്, നബിയേ ഈ ശറഫാക്കപ്പെട്ട ശരീരത്തിന് കെട്ടിപ്പിടിച്ചുറങ്ങാൻ ഭാഗ്യം കിട്ടിയ, ഈ ശറഫാക്കപ്പെട്ട ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, അവരിൽ നിന്ന് നബിയെ എങ്ങനെ സംഭവിക്കും നബിയെ? ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആൺകുട്ടികളുടെ ഈമാൻ അതാണ് കേട്ടോ, ആൺകുട്ടികളുടെ ഈമാൻ. ഈ ഈമാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്താ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എവിടെ? റസൂലുള്ള തെറ്റ് ചെയ്യോ, അതിന് പ്രമാണങ്ങളുണ്ടോ, അതിന് ഹദീസുണ്ടോ, അതിന് ആയത്തുണ്ടോ നോക്കി നടക്കുകയല്ല. പിന്നെയോ തിരുനബിയുടെ തിരുശരീരത്തിൽ തൊട്ട ഒരു പത്നി പോലും തെറ്റു ചെയ്യരുതെന്ന നിർബന്ധമുണ്ടെങ്കിൽ അത് ഈമാനിന്റെ കരുത്താണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഈമാനിന്റെ കരുത്താണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, അലി റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. ഓരോരുത്തരും ഓരോ പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ ആ രൂപത്തിൽ ഓരോ പ്രതികരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വിശാലമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞതുള്ളൂ. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് നിഴലില്ല നിങ്ങൾ നടക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോന്നും അറബി മൂല്യങ്ങൾ വായിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞു. ഇനി തൻസീൽ അൽ അസീസ് റഹീം എന്ന ഭാഗവും കൂടെ നമുക്ക് അലാ സിറാത്തിൽ മുസ്തഖീം, തൻസീൽ അൽ അസീസ് റഹീം, അതും കൂടെ പറയണം. അപ്പൊ നബിയെ നിങ്ങളുടെ നിഴലില്ലാതിരിക്കാൻ കാരണം എന്താ? ഞങ്ങളും നിങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് അഥവാ തിക്കിലും തിരക്കിലും ഒക്കെ അറിയാതെ നിങ്ങളെ നിഴലുമ്മൽ എങ്ങനെ ചവിട്ടിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ്. അല്ല യുതഅബിൽ അഖ്ദാം, ഞങ്ങളെ കാലുകൊണ്ട് ആ നിഴലുമ്മ ചവിട്ടിപ്പോകണ്ടെന്ന് കരുതിയാ നബിയെ നിങ്ങൾക്ക് നിഴല് തരാതിരുന്നത്. അപ്പോ നിഴല് പോലും മലിനാകാൻ പാടില്ലെങ്കിൽ എന്താ അതിന്റെ പിന്നാലെ വരാനുള്ള ഒന്നുമില്ല. അതുപോലും മലിനാകാൻ പാടില്ല എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ നബിയെ നിങ്ങളുടെ ഭാര്യ മലിനാകാൻ അള്ളാഹു അനുവദിക്കോ നബിയെ? നടക്കില്ല നബിയെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവരിങ്ങട്ട് ഇറങ്ങുമ്പോഴേക്ക് സൂറത്തുൽ നൂറിലെ ആയത്ത് അവിടെയാണ് അവതരിച്ചത്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങിയത് അവിടെയാണ്. ഈ കള്ള പ്രചരണം തട്ടിവിട്ടത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ടീമാണ്. ഉസ്ബത്തും മിൻകും, മുനാഫിക്കുകളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്നായി ചിന്തിക്കണം. നീതിയും അനീതിയും പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, നെറിയും നെറികേടും പഠിപ്പിക്കാൻ വകതിരിച്ച് പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ശ്ലീലവും അശ്ലീലവും പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, സത്യവും മിഥ്യയും പഠിപ്പിക്കാൻ വന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മയും തിന്മയും വേർതിരിച്ച് സമൂഹത്തെ പഠിപ്പിക്കാൻ വന്ന ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ശരിയും തെറ്റും ലോകത്തെ ബോധ്യപ്പെടുത്താൻ വന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവരിൽ നിന്ന് നെറികേടും അനീതിയും അക്രമവും തെറ്റും സംഭവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. പ്രമാണങ്ങൾ നേരത്തെ അതിനെതിരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ഉമ്മത്തായി മാറാൻ പാടില്ല. ഖുർആൻ പറയുന്നത് കേട്ടോ, റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കുന്നവർക്കുള്ള കുറ്റം. ഇന്നല്ലദീന യുഉദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശല്യം ചെയ്യുന്നവരില്ലേ, അവരിൽ അഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ